ആർക്കാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത ജനങ്ങളല്ലേ? അപ്പോൾ ഇപ്പോൾ രണ്ടതായിട്ട് അദ്ദേഹത്തിൻ്റെതല്ലേ, അപ്പോൾ ഇനി ഒരു ചേഞ്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നോക്കി കുറേ പട്ടികൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സൂര്യൻ കത്തി തന്നെയല്ലേ നിൽക്കുന്നത്. ആധുനിക കാലത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയം മാറേണ്ടതുണ്ട്. പുതിയ ഇത്തരം നല്ല വിഷണറി ആയിട്ടുള്ള ആൾക്കാർ വരേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അവർ മുമ്പ് കാണിച്ചിട്ടുള്ള എല്ലാം പുറത്തു കൊണ്ടുവരും എന്നുള്ള ഒരു ഭയപ്പാട് അവർക്കുണ്ട്, നല്ല ഭയപ്പാടുണ്ട്. അത് ചിലപ്പോൾ മറ്റേ 2G സ്പെക്ട്രം അതിൻ്റെ അഴിമതികളൊക്കെ ചിലപ്പോൾ അതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത്. ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വളരെ വില കുറഞ്ഞ രീതിയിലുള്ള ഇപ്പോഴുള്ള തലമുറകൾക്കെല്ലാം രാജ്യസംഘടനയാണ് എല്ലാവരും പറയുന്നത്. സാധാരണ ഉള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ വിരോധികൾ അത്തരത്തിലുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നത് നിത്യസംഭവമാണ് കേരളത്തിൽ പ്രത്യേകിച്ച്. ഒരു മത്സരം നടത്തുമ്പോൾ മാത്രം ഒരാളുടെ വിദ്യാഭ്യാസം നമ്മൾ അന്വേഷിക്കുന്നില്ല അല്ലേ? അവർക്ക് നമ്മൾ ഒരാളെ കൊണ്ടുവരുമ്പോൾ അയാളുടെ യോഗ്യത എന്താണ്? നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ നിയമമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആ സമയം മുതൽ 2024 അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്തെ പോലെ പ്രതിപക്ഷം കോൺഗ്രസും CPM ഒക്കെ അദ്ദേഹത്തെ വേട്ടയാടുന്ന രീതിയാണ് കാണുന്നത്. എന്തിനാണ് CPM കോൺഗ്രസും രാജീവ് ചന്ദ്രശേഖരനെ പേടിക്കുന്നത്? ഈ കാരണം അറിയുന്നതിനായി നിയമമണ്ഡലത്തിലെ ഓരോ വീടുകൾ തോറും ഓരോ വോട്ടർമാരെയും കണ്ട് അവരോട് ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. നമുക്ക് ഓരോരുത്തരുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. വരൂ, ഇവിടെ ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിയമമണ്ഡലത്തിൽ നല്ല ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ നോമിനേഷൻ കൊടുക്കുന്ന സമയം തന്നെ 2024 ഇതുപോലെയുള്ള ഒരു തനിയാവർത്തനം എന്ന രീതിയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു പ്രതീതിയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ രാജീവ് ചന്ദ്രശേഖറിനൊരു ഭയം ഇവർക്ക് തോന്നാനുള്ള കാരണം എന്തായിരിക്കാം? ചിലപ്പോൾ അതിനെന്തെങ്കിലും വ്യക്തമായൊരു കാരണം ഉണ്ടായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വന്ന ചില അഴിമതികളൊക്കെ പുറത്തു കൊണ്ടുവരും എന്നുള്ള ഒരിതായിരിക്കും. ആ ഭയം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ അത് ഈ ശരി, ഓക്കെ, അതായിരിക്കാം. പിന്നെ പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അറ്റാക്ക് ഇദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടാവും? അതുകൊണ്ടായിരിക്കും. അത് ചിലപ്പോൾ മറ്റേ 2G സ്പെക്ട്രം അതിൻ്റെ അഴിമതികളൊക്കെ ചിലപ്പോൾ അതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇവരുടെ എല്ലാ ഈ സാമ്പത്തികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇവിടെ അഴിമതി കഥകൾ പുറത്തു വരും എന്നുള്ളൊരു പേടി, അതാണോ ഉദ്ദേശിക്കുന്നത്? അതായിരിക്കും. അതാണ്, അഴിമതികൾ പുറത്തു വരും എന്നുള്ളൊരു ഭയമായിരിക്കും. ഇപ്പം ഇവിടുത്തെ ഈ മത്സരത്തിൽ വിജയസാധ്യത ആർക്കാണ്? വിജയസാധ്യത രാജീവ് ചന്ദ്രശേഖരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഇത് ശരിക്കും പറഞ്ഞാൽ ശിവൻകുട്ടിയുടെ 4ാം ടേണാണ് ഇവിടെ. അദ്ദേഹം 2 തവണ വിജയിച്ചു, ഒരു തവണ അദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആർക്കാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത ജനങ്ങളല്ലേ? അപ്പോൾ ഇപ്പോൾ രണ്ടതായിട്ട് അദ്ദേഹത്തിൻ്റെതല്ലേ, അപ്പോൾ ഇനി ഒരു ചേഞ്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇനി അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ഇതാണെങ്കിലോ. തെരഞ്ഞെടുപ്പ് സർവേയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പം നിയമ നിയോജക മണ്ഡലത്തിൽ വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ രാജീവ് ചന്ദ്രശേഖർ 2024 മത്സരിച്ച സമയം മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും അദ്ദേഹത്തിൻ്റെ ഇപ്പം നോമിനേഷൻ വരെ തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലോട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പ്രവർത്തിക്കുകയുണ്ടായി. എന്തുകൊണ്ടായിരിക്കാം രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇത്തരം അറ്റാക്കുകൾ അവർ നടത്തുന്നത്? അത് ഇപ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വരുന്നതിന് മുമ്പ് തന്നെ ഒരാളിട്ട ഫേസ്ബുക്കിലിട്ട ഒരു സംഭവം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വളരെ വില കുറഞ്ഞ രീതിയിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ആ കാര്യത്തിനൊക്കെ യാതൊരു വില ജനങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഇല്ല. വെറും വട്ടപൂജ്യത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നുള്ള. ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നോക്കി കുറേ പട്ടികൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സൂര്യൻ കത്തി തന്നെയല്ലേ നിൽക്കുന്നത്. അത്രയേ ഉള്ളൂ. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വളരെ ടെക്നോളജി അത്രത്തോളം ഉയർത്തിയ ആളാണ്. അത് നമ്മൾ പറയാതെ തന്നെ എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. ഇപ്രാവശ്യം എന്തുകൊണ്ടും അദ്ദേഹം ജയിച്ച് വരണം എന്നുള്ള. പിന്നെ ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇറക്കുമതി ചെയ്ത സ്ഥാനാർത്ഥിയാണ്. നമ്മളെ നിയമമണ്ഡലത്തിനെക്കുറിച്ച് യാതൊരുവിധ ഗ്രാഹ്യം അദ്ദേഹത്തിന് ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ വർക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറാണ് നമുക്ക് ആവശ്യം, നമ്മുടെ നിയമത്തിന് ആവശ്യം. നിയമത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് അദ്ദേഹത്തിൻ്റെ ആവശ്യകത വളരെ ഇതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ വരണം.
അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലൊരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭയം, ഇവർക്കൊരു ഭയം തോന്നുന്നുണ്ടോ ഈ ഇദ്ദേഹത്തിന്? തീർച്ചയായിട്ടും ഒരു ഭയമുണ്ട്. കാരണം കേന്ദ്ര മന്ത്രിയായിരുന്ന അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവർ ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും ചെയ്ത് ഈ മണ്ഡലത്തിനെ പിടിച്ചു നിർത്തും എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ഭയത്തിൻ്റെ പുറത്ത് പരമാവധി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വ്യാവലാതി പൂണ്ട് ഓടി നടന്ന് അവർ പള്ളി പോകുന്നു, പള്ളിയിലുള്ള ആൾക്കാരെ കാണുന്നു. അവർക്കും അറിയാം എന്താണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത് അവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരുടെ ഈ പൊഴിമുഖങ്ങളൊക്കെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്രാവശ്യം എന്തുകൊണ്ടും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരിക്കലും ക്ലച്ച് പിടിക്കില്ല. നിയമമണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് തന്നെയാണ്. ചേട്ടാ നമസ്തേ. നമ്മൾ ഒരു ചെറിയൊരു ചോദ്യമായിട്ടാണ് ഇറങ്ങിയത്. അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറാണല്ലോ ഇവിടെ ഇപ്പം BJP കാൻഡിഡേറ്റ് മത്സരിക്കുന്നത്. അദ്ദേഹമാണ് ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അതുമുതൽ തന്നെ അദ്ദേഹം 2024 മത്സരിക്കുന്ന സമയത്തും പലതരം ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പല ആരോപണങ്ങളും ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ മത്സരിച്ച് കൊണ്ടുവരാറുണ്ട്. ഇത്തവണയും അത് സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തായിരിക്കും യഥാർത്ഥ കാരണം? അല്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു പരമ്പരാഗത രാഷ്ട്രീയ ശൈലി മാറേണ്ട സമയം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയം തൊഴിലാക്കും നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാരണം പുതിയ ജനറേഷനാണ് വരുന്നത്. നമ്മൾ പഴയ ജനറേഷൻ മാത്രമൊന്നുമല്ല. ഇപ്പോൾ ഒരു കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പുതിയ കാലത്തിനനുസരിച്ചുള്ള പദ്ധതികൾ രൂപീകരിക്കണം. ടെക്നോളജി ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ സാധ്യതകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം വരുന്നതിനെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഏത് പാർട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു പാർട്ടിയിൽ പറയുന്നതല്ല ഞാൻ. ഒരു ടെക്നോക്രാറ്റ് വരുന്ന സമയത്ത് ഡാറ്റ സഹിതം പലതും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. പലതും പുറത്തു വരാൻ സാധ്യതയുണ്ട്. നമുക്കറിഞ്ഞൂടാ അങ്ങനെയുള്ള വല്ല പേടിയുള്ളവരാണോ ഇതൊക്കെ പറയുന്നത് നമുക്കറിഞ്ഞൂടാ. എന്തായാലും പുതിയ ഒരു ആധുനിക കാലത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയം മാറേണ്ടതുണ്ട്. പുതിയ ഇത്തരം നല്ല വിഷണറി ആയിട്ടുള്ള ആൾക്കാർ വരേണ്ടത് നമുക്ക് അത്യാവശ്യമുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യമാണ്. അതൊരു പ്രദേശത്തിന് മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന് തന്നെ ഇത്തരം പുതിയ സങ്കല്പങ്ങളും പുതിയ പദ്ധതികളും ആസൂത്രണം ചെയ്യാനുള്ള കഴിവുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ. നമുക്കിപ്പോൾ രാഷ്ട്രീയത്തിൽ മാത്രം നമ്മളിപ്പോൾ ഒരു മത്സരം നടത്തുമ്പോൾ മാത്രം ഒരാളുടെ വിദ്യാഭ്യാസം നമ്മൾ അന്വേഷിക്കുന്നില്ല, അല്ലേ? നമ്മൾ ഒരാളെ കൊണ്ടുവരുമ്പോൾ അയാളുടെ യോഗ്യത എന്താണ്, അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണോ അതോ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടോ ഒന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഇനിയുള്ളൊരു കാലം അതൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല അറിവുള്ള, നല്ല നല്ല ദർശനമുള്ള ആളുകൾ, ചെയ്യാൻ ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾ വരേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. അതിനൊക്കെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ടാവായിരിക്കും, നമുക്കറിയില്ല. ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ, ചേട്ടാ സർവേയുമായി ബന്ധപ്പെട്ടാണേ. ഒരു മിനിറ്റ് ചേട്ടാ, ഇപ്പോൾ ഇവിടെ നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, അതുപോലെ തന്നെ ശിവൻകുട്ടി മത്സരിക്കുന്നു, അതുപോലെ തന്നെ ശബരിനാഥ് മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നോമിനേഷൻ കൊടുത്ത സമയം മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്രമണങ്ങൾ, അതായത് ഈ സൈബർ ആക്രമണങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലുണ്ട്. ഒരു ഭയം അതെന്തുകൊണ്ടാണ്? സാധാരണ ഉള്ളതാണ്. ഇവിടുത്തെ രാഷ്ട്രീയ വിരോധികൾ അത്തരത്തിലുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നത് നിത്യസംഭവമാണ് കേരളത്തിൽ പ്രത്യേകിച്ച്. ആ കൂട്ടത്തിൽ ഇതും അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മാത്രം ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? കാര്യം ഇവിടെ BJPക്ക് എതിരെന്നുള്ള ധാരണ പല കാരണങ്ങൾ കൊണ്ട് BJPക്ക് എതിരായിട്ട് ഇവിടെ പല ആൾക്കാരെയും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തെ ഭയക്കുന്നു എന്നും തോന്നുന്നുണ്ടോ രാജീവ് ചന്ദ്രശേഖരെ? ഭയക്കുന്ന ആൾക്കാരുണ്ടാകും. കാരണം അങ്ങേർക്ക് ഇന്ന് ഈ നിയമമണ്ഡലത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എപ്പോഴും അതിൻ്റെ ഒരു പ്രതിനിധി നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതനുസരിച്ച് ഇപ്പോൾ ശബരിനാഥ് മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ശബരിനാഥിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാര്യം ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട്. അതേസമയം രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ മുടങ്ങി കിടക്കുന്ന പല പദ്ധതികളും നമ്മുടെ ഇവിടെ നിയമത്ത് പല പദ്ധതികളിലും വിജയിപ്പിക്കാൻ അങ്ങേർക്ക് സാധിക്കും. ഇങ്ങനെ അത് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ചേച്ചി നമസ്കാരം. ചേച്ചി ഒരു ചെറിയ ഇലക്ഷൻ സർവേയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ ഈ നിയമമണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു, അതുപോലെ തന്നെ ശിവൻകുട്ടി മത്സരിക്കുന്നുണ്ട്, അതുപോലെ ശബരിനാഥ് മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന സമയം മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അത് ഇവർക്കറിയാം രാജീവ് ചന്ദ്രശേഖരാണ് ജയിക്കുമെന്ന് അറിയാം. അതിൻ്റെ 100% ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കും ഇല്ലാ വചനങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പോലും അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ സമർപ്പിച്ച സമയത്ത് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ആ ഒരു ഭയം എന്തുകൊണ്ടായിരിക്കാം? അത് 100% ഇവർക്ക് ഉറപ്പാണ്. ഈ
രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമെന്ന്. അതുകൊണ്ടാണ് ജയിക്കാതിരിക്കാൻ വേണ്ടി വോട്ട് കുറയാനും വേണ്ടിയുള്ള പദ്ധതി ആയിരിക്കാം. വിജയ സാധ്യത ആർക്കാണ്? രാജീവ് ചന്ദ്രശേഖരനാണ്. അത് ഇപ്പോഴുള്ള തലമുറകൾക്കെല്ലാം രാജീവ് ചന്ദ്രശേഖരനാണ് എല്ലാവരും പറയുന്നത്. ചേട്ടാ, ഹലോ ചേട്ടാ. ചേട്ടാ നമസ്തേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിയമം തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ, പിന്നെ അതുപോലെ തന്നെ ശബരിനാഥ്, പിന്നെ ഇവിടുത്തെ MLA ആയിട്ടുള്ള ശിവൻകുട്ടി. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരാനായിട്ട് CPM കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്? പിന്നിൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു വരികയാണെങ്കിൽ ജയിക്കും എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നത് വരെ രണ്ടുപേർക്കും ഭയപ്പാടാണ്. ഇത് ജയിച്ചു വരികയാണെങ്കിൽ അവർ ഇതുവരേക്കും ഒളിച്ചു വച്ചിരുന്ന കാര്യങ്ങളെല്ലാം പുറത്തു വരും. അതവർക്ക് നല്ല ഭയപ്പാടുണ്ട്. അതുകൊണ്ട് മാക്സിമം ഇദ്ദേഹത്തിനെ താഴ്ത്തി കാണിക്കാനും കുറ്റാരോപണം കൊണ്ടുവരാനും പലതിനും അവർ ശ്രമിക്കും. അപ്പോൾ അത് ഈ ഇദ്ദേഹം ജയിക്കുമെന്നുള്ള പേടി പിന്നെ എന്താണ് ഇവർക്ക് ഭയക്കാനുള്ള കാരണം? ഭയക്കാനുള്ളത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അവർ മുമ്പ് കാണിച്ചിട്ടുള്ള എല്ലാം പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഒരു ഭയപ്പാട് അവർക്കുണ്ട്, നല്ല ഭയപ്പാടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇദ്ദേഹം ആ രീതിയിൽ വളർന്നു വന്ന ആളാണ്. അതുകൊണ്ട് അവർക്ക് നല്ല ഒരു ഭയപ്പാട് മനസ്സിലുണ്ട്. പഴയ കാലത്ത് അദ്ദേഹത്തിൻ്റെ അഴിമതി അതൊക്കെയാണോ ചേട്ടാ ഉദ്ദേശിക്കുന്നത്? അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന അഴിമതികളും പുറത്തു വരും. അവർ ഇതുവരയ്ക്കും രണ്ടുപേരും മാറി മാറി ഭരിച്ചവരാണ്. അതിന് വ്യത്യസ്തമായിട്ട് ഇനി ഒരു ഭരണം കാണാനിരിക്കുന്ന ആളുകൾക്ക് ചന്ദ്രശേഖർജിയെ വരണമെന്ന് ആഗ്രഹിക്കും. അത് ഇപ്പോൾ ജയിക്കുമെന്നുള്ളൊരു നല്ല തോന്നൽ അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് മാക്സിമം അവർ പല രീതിയിലും ഇതിനെ താഴ്ത്തി കാണിക്കാനോ അല്ലെങ്കിൽ വേറൊരു അഴിമതിക്കാരനാണെന്ന് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചില റെക്കോർഡ് കാണിച്ചിട്ടില്ല, പണത്തിൻ്റെ സ്രോതസ്സും ബാക്കിയുള്ളതും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് കോടതി തന്നെ മാറ്റിയല്ലോ. അപ്പം അതുകൊണ്ട് അത് നല്ലൊരു ഭയപ്പാടാണ് കൂടുതലായിട്ടുള്ളത്. ശരി ചേട്ടാ.